ഹലോ ഹലോ എന്തോ ചേട്ടാ ഇത്? ഞാൻ റീൽസ് നോക്കണ്ടി. എന്തോ ചേട്ടാ ചേട്ടന്റെ മൊത്തം കണ്ണല്ലേ ഇരിക്കണത്? എന്ത് എവിടെ കിടക്കണേ? ഞാനാ വക്കോൽത്തൂരൊന്നല്ല, എണീറ്റ് നോക്കിയേട്ടാ എവിടെയാണ് കിടക്കണേന്ന്. എന്താണ് പ്രശ്നം? ഇപ്പൊ എന്താണ് ചേട്ടാ എവിടെയാണ് കിടക്കണേന്ന് നോക്കിയേട്ടാ. ബോധമില്ലേ ചേട്ടന്? സാധാരണ അല്ലേ എവിടെയാണ് കിടക്കണത്? കട്ടിലല്ലേ കിടക്കണത്? എന്റെ ദൈവമേ, ഞാൻ കഷ്ടപ്പെട്ട് മടക്കി വെച്ച തുണിയുടെ മേളിലാണ് ചേട്ടാ ഈ കിടക്കണത്. എവിടെ? ഇതാ മടക്കി വെച്ച തുണി. അതിപ്പോ എടുത്ത് കൊലക്കണോ? എന്തോന്ന് കാണിക്കണ ചേട്ടാ? എന്താ നിനക്ക് എന്ത് പ്രശ്നം? എനിക്ക് ചേട്ടാ അങ്ങോട്ട് നനച്ച തുണിയുടെ മേളിൽ ഉപദ്രവിക്കണ ഒന്നും കൂടെ മടക്കിയാ മതിയല്ലോ. ഒന്നും കൂടെ കൊലക്കണതിനെ മടക്കി വെക്കാം. ഒന്നും കൂടെ മടക്കിയാ മതിയല്ലോ. തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത്ര എളുപ്പമാണെങ്കിൽ അങ്ങോട്ട് മടക്കരുത്. ഇത് മടങ്ങിയിരുന്നല്ലേ? എന്തോന്ന് മടങ്ങിയിരുന്നേ? ഇത് മടങ്ങിയിരുന്ന പേര് നൂത്തിട്ട് എന്തിന്? ചേട്ടാ ചുമ്മാ കളിക്കല്ലേ. ചിന്നുന്റെ പ്രശ്നം എന്താണ്? ചിന്നു എന്റെ പ്രശ്നം എന്തോന്നാ? ഞാൻ മടക്കി വെച്ച തുണിയുടെ മേളിൽ വന്ന് കിടന്നിട്ട് എന്റെ പ്രശ്നം എന്തോന്നാ? ഞാൻ മേച്ചപ്പുറത്തല്ലോ നടന്നത്, കട്ടിലല്ലേ കിടന്നത്. ചേട്ടാ നോക്കി വന്ന് കിടന്നോടെ. തുണി കട്ടിലേ കിടന്നത്. പിന്നെ എന്റെ തല വെച്ചോണ്ട് നടക്കണോ? എവിടെ അലവരയ്ക്ക് വെക്കണം? ചേട്ടന്റെ കയ്യിൽ കൈ ഉണ്ടോ? ചേട്ടന്റെ കയ്യിൽ കൈ ഉണ്ടോ? ചേട്ടന്റെ ദേഹത്ത് കൈ ഉണ്ടോ? എന്റെ ദേഹത്ത് കൈ ഉണ്ടെങ്കിൽ എന്റെ ആവശ്യമാണ് ഞാൻ വെച്ചിരിക്കണത്. അപ്പൊ എടുത്ത് വെക്കണം. ഇതിനകത്ത് നമ്മുടെ രണ്ടുപേരും തുണിയുണ്ട്, കണ്ടല്ലോ. എന്റെ ഫോണും പോയി. അതൊക്കെ തപ്പിയെടുക്കാറിയാലോ. എനിക്ക് ചൊറിയാൻ വയ്യ. ചൊറിയാൻ വയ്യല്ലേ? അപ്പൊ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഇപ്പൊ എന്ത് കാണിച്ചാണ് നിന്റെ പ്രശ്നം? ചേട്ടാ ഈ തുണിയുടെ മേളിൽ കിടന്ന തന്നെയാണ് എന്റെ പ്രശ്നം. അങ്ങനെ ഇപ്പൊ എന്തോന്ന് റീൽസ് കാണല്? എടി തുണി കൊണ്ടുവന്ന് കട്ടിലിന്റെ മണ്ടല്ലോ ഉണ്ടാക്കേണ്ടത്. തുണി വെക്കാണ് ഈ സാധനം വാങ്ങിച്ചു അതിനകത്ത് എടുത്ത് വെക്കണം. ഞാൻ മടക്കിക്കൊണ്ടിരിക്കും മലമറ ഫ്രണ്ടിൽ നിന്ന് മടക്കണോ? ഞാൻ വന്നപ്പോ നീ മടക്കിക്കൊണ്ടിരിക്കണമെന്ന് കണ്ടില്ല. ഞാൻ വന്ന് കിടന്നു ഇവിടെ. ആ കണ്ണ് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയണത്. കണ്ണ് തന്നെ ഉപയോഗിച്ചത്? എന്തോന്ന് കണ്ണ് ഉപയോഗിച്ച്? ഞാൻ ഫോൺ നോക്കി 7 നേരം റീൽസ്. തുണി അവളുടെ എന്തൊരു അഹങ്കാരം. കേട്ടാ അങ്ങോട്ട്. നീ മര്യാദ സംസാരിച്ചു. നീ ലിമിറ്റ് കഴിഞ്ഞു പോവേണ. നീ ആണാ? അതേ പറയാനുള്ളത്. ഇതെന്തോന്ന് ഇപ്പൊ കാണിച്ചേ? ഇപ്പൊ എന്തോ കാണിക്കേ? തുണി എടുത്ത് വെച്ച് തലാണാക്കി വെച്ചേക്കണ. എന്ത് ഇവിടെ കിടന്ന് എന്ത് സംഭവിക്കും? ഞാൻ അവിടെ തന്നെ കിടക്കാം. ചവറ കിടക്കണമെന്നോ? ആരും വന്ന് ഒന്നും ചെയ്യില്ല, എല്ലാം ഞാൻ തന്നെ. അവിടെ പിന്നെ ഇരിപ്പുണ്ടല്ലോ. എന്തെങ്കിലും ജോലി കണ്ട അപ്പ ഇരുന്ന് പഠിച്ചോളൂ. ആകാശത്തിന് നല്ല കാർമേഘം ഉണ്ടല്ലോ. എന്തുറ്റി? അല്ല, ഭയങ്കര കാർമേഘം, മഴ പെയ്യും തോന്നുന്നു. ഈ പൊരിഞ്ഞ വെയിലത്ത്. അല്ലെങ്കിൽ നീ മാനം നോക്കി ഇരിക്കല്ലേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം എന്താണ് കാരണം. വേറെ പണിയില്ലെന്നാ? എനിക്ക് പണിയൊക്കെ ഉണ്ട്. എന്തോന്ന് പണി? അതെനിക്കറിയാം. ഇവിടെ ആരെങ്കിലും ജോലിയാണ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നീ ബുക്ക് എടുത്ത് വെച്ച് ഓരേ പഠിത്തമാണ്. വേറും അഭിനയോ? ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാണ് തന്നെ. എടി നീ ഈ ചവറിന്റെ ഇടയ്ക്കിരുന്ന് പഠിക്കണല്ലോ. ആ മനസ്സിനെ സമ്മതിക്കണം. എങ്കിൽ ഈ ചൂലെടുത്തൊന്നും തൂക്കണം. അതില്ല. അതിപ്പോ അപ്പച്ചി തൂത്തോണ്ടിരിക്കല്ലേ? അതുകൊണ്ട് അപ്പൊ ഞാൻ എന്തിനു തൂക്കണം? ഇത്രയും വലിയ മുറ്റം കിടക്കല്ലേ? ഒരു സൈഡിൽ ഞാൻ അടിക്കണം, ഒരു സൈഡിൽ നീ അടിക്കണം. അപ്പൊ പെട്ടെന്ന് കഴിയൂലേ പണി? അയ്യോ, എനിക്കത് പറ്റൂല. എന്ത് പറ്റാത്ത? ഞാൻ പഠിച്ചോണ്ടിരിക്കല്ലേ. പഠിച്ചാൽ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലേ? അതെനിക്ക് രണ്ടും കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളും ഇതൊക്കെ തന്നെ ചെയ്ത് വന്നേക്കണം കേട്ടാ. പഠിച്ചോണ്ടാണ് ജോലിയൊക്കെ ചെയ്യണത്. അത് അപ്പച്ചില്ലേ, എനിക്കത് പറ്റൂലെന്ന്. ആണോ? നിനക്ക് തിന്നോണ്ട് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പറ്റുമോ? അത് പറ്റും. എന്തോന്ന് പറ്റും? എടി ഞാൻ അങ്ങ് പണിയെടുക്കായിരുന്നെ ഞാൻ നീ എങ്ങനെ തിന്നും? അപ്പച്ചി പറയാനതൊന്നും അപ്പച്ചി ആദ്യമായിട്ടാണ് ഈ പണിയൊക്കെ എടുക്കണേന്ന്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒറ്റയ്ക്കുന്ന ജോലിയാണ്. ഒരു മനുഷ്യൻ വന്ന് സഹായിക്കുകയില്ല. നീ എണീറ്റ് പോ പിങ്കി. എണീറ്റ് പോവാനാ? എനിക്ക് ഇവിടെ ഇരിക്കണോ? ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുമ്മാ കുത്തിരിക്കണാണോ എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞ പിങ്കി. എണീറ്റ് പോവാൻ. ഞാൻ അപ്പച്ചിയുടെ കണ്ണിന്റെ ഫ്രണ്ടിലല്ല ഇരിക്കണേ, അവിടെ അങ്ങോട്ട് മാറിയല്ലേ ഇരിക്കണേ. നിനക്ക് പഠിച്ചാ പോരെ? എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കുമെങ്കിൽ എന്റെ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പഠിക്കാതെ. പക്ഷെ എന്തോന്ന് അപ്പച്ചി? അപ്പച്ചി എന്തിനാ എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ? എന്റെ കയ്യിൽ ചൂലാണ് ഇരിക്കണ പിങ്കി. അടിച്ചാൻ പറ്റിച്ചേരും. എണീറ്റ് പോ.
ഞാൻ മര്യാദ എനിക്ക് പോവാൻ എന്തു കഷ്ടമാണത്. മാടിച്ച് ഒരു പണിയും എടുക്കൂല. എല്ലാം ഞാൻ മനസ്സിലാണ്. ഞാൻ വല്ലതും പറയുമ്പോ അതാണ് കുറ്റം. ഉടനെ എല്ലാവർക്കും അങ്ങ് വിഷമം വരുന്നു. എന്തൊക്കെയാണ് ഒന്നും പറയാതിരുന്ന രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുത്ത് അത്രയും സന്തോഷം. ബാക്കി എല്ലാവർക്കും അങ്ങ് ഫീൽ അടിക്കും. എനിക്ക് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. മക്കളെ മക്കളെ എന്തോന്ന് മാമ? ഒരു ഗ്ലാസ് ചായ കിട്ടാ മക്കളെ. ചായ? ചിത്രാന്ത ചായ മാമ എന്ന് കുടിക്കണേ? ഇന്ന് ഞാൻ ചായ കുടിച്ചില്ലല്ലേ. കുടിച്ചില്ലേ? ഇല്ല. എനിക്ക് പിന്നെ ചോദിച്ചൂടെ ചായ വേണമെന്ന്? ഇല്ല മക്കളെ, ഞാൻ ഇപ്പം ചോദിച്ചത്. മാമന് ഇപ്പൊ എന്തോന്ന് വേണം? എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണം. ശരി, അതങ്ങ് ആദ്യമേ പറഞ്ഞാ പോരെ. ഉണ്ടായിക്കൊണ്ട് വരാം. ഇതെന്തിന്? ഞാൻ ഒരു ഗ്ലാസ് ചായ ചോദിച്ചതേ ഉള്ളൂ. അവിടെ ദേഷ്യം ഒന്ന് തുറപ്പേറിഞ്ഞിട്ട് പോകണം. കഷ്ടം തന്നെ.